എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു നല്ല സൺഡേ ഞാൻ എല്ലാവർക്കും ആശംസിക്കുന്നു. ഞാൻ അമ്പലത്തിൽ പോവുകയാണ്. എല്ലാവരും എൻ്റെ കൂടെ കൂടിക്കോ. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് അമ്പലത്തിൽ പോയി വരാം. അങ്ങനെ നമ്മൾ അമ്പലത്തെത്തി. ഇറങ്ങിയ സമയത്ത് ഒരു ചെറിയ ചാറ്റമഴയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വലിയ മഴയായതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ റെയിൻ കോട്ടൊക്കെ ഇട്ട് വരേണ്ടി വന്നേനെ. തൊഴുതു വരാം നമുക്ക്. ഈ അയ്യപ്പൻ്റെ അമ്പലത്തിൻ്റെ ചുറ്റുപാടുമുള്ള സ്ഥലങ്ങൾ കണ്ടോ? എത്ര ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കാണാൻ. കണ്ടോ? ഇത്ര വിശാലമായിട്ടുള്ള സ്ഥലം എവിടെയാണ് മുംബൈയിൽ കാണാൻ കിട്ടുക? ഉണ്ടോ? എത്ര രസമായിട്ടുള്ള കാഴ്ചകളാണ് കാണുന്നത്. നോക്ക്, മലയുടെ മുകളിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഇപ്പം ഞാൻ നിൽക്കുന്നത് മുരുകൻ്റെ അമ്പലത്തിലാണ്. വളരെ പ്രശസ്തമായ ഒരു മുരുകൻ്റെ അമ്പലമാണ് ഇവിടെ. പല ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ ഈ മുരുകൻ്റെ അമ്പലത്തിൽ തൊഴാനായിട്ട് എത്താറുണ്ട്. കണ്ടോ? ഇത്രയും വലിയ പടികളൊക്കെ ചവിട്ടി വേണം നമുക്ക് മുരുകസ്വാമിയെ കാണാനായിട്ട് പോകാനായിട്ട്. അപ്പോൾ തൊഴുതിട്ട് വരാം. കണ്ടോ? പടി കണ്ടോ? എത്ര പടികളാണെന്ന് നോക്കിയേ. അതേപോലെ മുന്നിൽ തന്നെ ഒരു ഗണപതി ഭഗവാന്റെ വിഗ്രഹമുണ്ട്. പിന്നെ ഒരു ആഞ്ജനേയ സ്വാമിയുടെ വിഗ്രഹമുണ്ട്. കണ്ടോ? ഇതാണ് മുരുകൻ്റെ അമ്പലം. തൊഴുതിട്ട് വരാം. മുരുകൻ്റെ അമ്പലം എത്ര രസമുണ്ടെന്ന് നോക്ക്. കണ്ടോ? ഇവിടെ ഇത്തിരി കയറി വരുന്നൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ കേട്ടോ എനിക്ക്. കണ്ടോ? ഈ പടികളൊക്കെ താണ്ടി വരുന്നത് കൊണ്ട് എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. പടി ചവിട്ടി വരാണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായോ മുരുകൻ്റെ അമ്പലം? അപ്പോൾ ഇന്നത്തെ എൻ്റെ സൺഡേ ദിവസം ഞാൻ നിങ്ങളുമായിട്ടൊക്കെ പങ്കുവച്ചു. ഇനി ഞാൻ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. ഇനി എനിക്ക് ചോറും കറിയും ഒക്കെ ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ച ആശംസിക്കുന്നു. വീണ്ടും കാണാം ഒരു നല്ല വീഡിയോയിലൂടെ. ബൈ.